ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ അധികാരത്തിലെത്തിയാൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ചലിച്ചാൽ തീർച്ചയായും ജൂൺ 4 ഇന്ത്യ മുന്നണി 200-200-ൽ കൂടുതൽ സീറ്റുകളോ ലഭിച്ചാൽ ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായും സഖ്യകക്ഷികളിൽ പലരും കൃത്യമായും ഇന്ത്യ മുന്നണിയുടെ പക്ഷത്തേക്ക് വരുന്നൊരു കാഴ്ചയായിരിക്കും കാണാൻ കഴിയുക എന്ന പ്രത്യാശയാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനമാകുന്നത് ഷിൻഡെ വിഭാഗവും ശരത് പവാറിന് അനുകൂലമാകുന്ന രീതിയിൽ അജിത് പവാർ വിഭാഗവും അവരവരുടേതായിട്ടുള്ള മാതൃ പാർട്ടികളിലേക്ക് ചേരുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാണ് ഇന്ത്യ മുന്നണി അവകാശവാദം ഉന്നയിക്കുന്നത്. അതിന് കാരണമുണ്ട്. മഹാരാഷ്ട്രയിലാണ് നമുക്കറിയാവുന്ന ശിവസേനയെ പിളർത്തി BJP വലിയ രീതിയിലുള്ള കളി കളിച്ചത്. അതുപോലെ തന്നെ NCPയെയും പിളർത്താൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ആ പിളർത്തൽ താൽക്കാലികമാണെന്നും ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ലഭ്യമായാൽ തീർച്ചയായും ആ പിളർത്തൽ കൊണ്ട് ഒരു പ്രയോജനവും BJPക്ക് ഉണ്ടാവില്ല. BJPയെ പൂർണ്ണമായും തഴയുന്ന രീതിയിലേക്ക് ഷിൻഡെ ആയിരുന്നാലും അതുപോലെ തന്നെ NCPയുടെ നേതാവായ അജിത് പവാർ ആയിരുന്നാലും കളി മാറ്റിക്കളിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അത്തരത്തിലേക്ക് നിരവധി ആളുകൾ അവരുടേതായിട്ടുള്ള രീതി മാറ്റും. ഉത്തർപ്രദേശിലാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ RLDയും ആ ഒരു രീതിയിലേക്ക് രാഷ്ട്രീയ ചുവട് മാറ്റും. മാത്രമല്ല INLDയും JJPയും ഒക്കെ ഇപ്പോൾ കോൺഗ്രസ്സിന് അനുകൂലമാകുന്ന തീരുമാനം ഹരിയാനയിൽ എടുക്കുന്നത് പോലെ നിരവധിയായ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യം എടുക്കും സഖ്യകക്ഷികൾ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതാണ് BJP ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം. BJPക്ക് അറിയാം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ്. BJPക്ക് ഭരണ തുടർച്ച ഉണ്ടാക്കാനും സുഗമമായിട്ടുള്ള ഒരു ഭരണമുണ്ടാക്കി അവിടെ കൃത്യമായിട്ടും നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ അധികാര പരിധി വ്യാപിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. അത് കൃത്യമായി BJP നേതൃത്വത്തിന് അറിയാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അമിത്ഷായ്ക്കും അതുപോലെ തന്നെ പ്രമുഖരായ നേതാക്കൾക്കും ആ കണക്കൂട്ടലുകൾ നല്ല രീതിയിലുണ്ട്. UPയിൽ നിന്നും ഗണ്യമായി സീറ്റ് കുറഞ്ഞാൽ അതുപോലെ തന്നെ വടക്കുകിഴക്കൻ മേഖലയിൽ നിന്നും ഗണ്യമായി സീറ്റ് കുറഞ്ഞാൽ തീർച്ചയായും അത് BJPക്ക് ഏകുന്നത് വളരെ വലിയ ആഘാതമായിരിക്കും. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള പ്ലാനിങ് തന്നെയാണ് BJP ഓരോ ഘട്ടം കഴിയുമ്പോഴും കൂട്ടിയും കുറിച്ചും നോക്കുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് രാഹുൽ ഗാന്ധി കണക്ക് സഹിതം പറഞ്ഞിരിക്കുകയാണ്. എവിടെ നിന്നാണ് BJP സീറ്റ് കൊയ്യുന്നത്? ഗുജറാത്തിൽ നിന്നോ അല്ലെങ്കിൽ ശക്തമായ ചില ആധിപത്യമുള്ള മധ്യപ്രദേശിലെ മേഖലകളിൽ നിന്നോ BJPക്ക് ഒരുപക്ഷെ നേട്ടം കൊയ്തേക്കാം. പക്ഷേ ആ ഒരു നേട്ടം മാത്രം കൊണ്ട് കാര്യമില്ല. BJP കഴിഞ്ഞ തവണ നേടിയെടുത്ത പല സംസ്ഥാനങ്ങളിലും ഇക്കുറി വലിയ രീതിയിൽ അതിൻ്റെ പകുതി പോലും സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് അതാത് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അങ്ങനെയാണ് കോൺഗ്രസ് കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞത് BJPക്ക് 150ലേക്ക് താഴേണ്ടി വരും. 200 സീറ്റ് പോയിട്ട് 150 സീറ്റ് ലഭ്യമാകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതിൽ താഴെ എന്നുള്ള രീതിയിലേക്ക് ഒരുപക്ഷെ കൂപ്പുകുത്താനുള്ള എല്ലാ സാധ്യതകളും അതിന് കൃത്യമായൊരു ഇക്വേഷൻ കൂടി കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. 2004 നിങ്ങൾ ഓർമ്മിച്ചാൽ മതി എന്നുള്ളത്. 2004 സംഭവിച്ചതിൻ്റെ ഒരു തനി ആവർത്തനം വീണ്ടും 2024 സംഭവിക്കും എന്ന് രാഹുൽ പറഞ്ഞത് അതുകൊണ്ടാണ്.